നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബലപ്രയോഗത്തിലൂടെ യുവാവിനെ വിവസ്ത്രനാക്കി ദൃശ്യങ്ങൾ പകർത്തി ഹണി ട്രാപ്പ് സംഘത്തിലെ പ്രധാനിയായ സഫ്ന. യുവതിയോടൊപ്പമുള്ള അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുന്നതിനെ എതിർത്ത ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദിച്ച് അവശനാക്കി ഹണി ട്രാപ്പ് സംഘത്തിലെ പ്രധാനി പറവൂർ സ്വദേശിനി സഫ്ന. കേൾക്കുവാനും സംസാരിക്കാനും കഴിയാത്ത ഒരാളെയാണ് സഫ്ന സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട് വശീകരിച്ച് എറണാകുളം സൗത്ത് ഓവർബ്രിഡ്ജിന് സമീപത്തുള്ള ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത്. ഹോട്ടലിലേക്ക് വരുവാൻ ആദ്യം വിസമ്മതിച്ച യുവാവിനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. മുറിയിൽ എത്തിയതോടുകൂടി സഫ്നയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ യുവാവ് പുറത്തു കടക്കുവാൻ ശ്രമിച്ചപ്പോൾ കുളിമുറിയിൽ ഒളിച്ചിരുന്ന സംഘാംഗങ്ങൾ പുറത്തു വന്ന് ബലപ്രയോഗത്തിലൂടെ യുവാവിനെ വിവസ്ത്രനാക്കുകയും സഫ്നയോടൊപ്പമുള്ള ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. യുവാവ് ഉപയോഗിക്കുന്ന UPI ആപ്പ് വഴി ബാങ്കിലുള്ള പണം പിൻവലിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അക്കൗണ്ടിൽ അധികം പണമില്ലാത്തതിനാൽ ഈ ശ്രമം പരാജയപ്പെട്ടു. ഇതോടുകൂടി യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 22-ന് വൈകിട്ട് 6:30-നാണ് കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. നട്ടെല്ലിന് പരിക്കേറ്റ യുവാവ് ചൊവ്വാഴ്ച പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ആംഗ്യഭാഷാ വിദഗ്ധന്റെ സഹായത്തോടു കൂടിയാണ് പോലീസ് യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഫ്നയുടെ കൂട്ടാളികളായ വൈറ്റില സ്വദേശി ജോൺ രാഹുൽ, ഇരുമ്പനം സ്വദേശി അമൽ, മരട് സ്വദേശി ആനന്ദ് എന്നിവരും കൊച്ചി സിറ്റി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കൊല്ലം നല്ലില സ്വദേശിയായ 30-കാരൻ്റെ പരാതിയിലാണ് കടവന്ത്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. പ്രതികളുടെ സംഘത്തിൽ ഉൾപ്പെട്ട എറണാകുളം സ്വദേശി സഞ്ജു ഒളിവിലാണ്. ഇയാളെ പിടികൂടുവാനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഹോട്ടലിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് ചൊവ്വാഴ്ച രാത്രി തന്നെ ജോൺ രാഹുലിനെയും അമലിനെയും നഗരത്തിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബുധനാഴ്ച പുലർച്ചെ കാക്കനാട്ടെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് സഫ്നയെയും ആനന്ദിനെയും അറസ്റ്റ് ചെയ്തത്. ഇതിനിടയിലാണ് സഞ്ജു ഒളിവിൽ പോയത്. സമാന രീതിയിൽ പ്രതികൾ മറ്റാരെയെങ്കിലും ഹണി ട്രാപ്പിൽ പെടുത്തി പണം കവർന്നിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതികളുടെ മൊബൈൽ ഫോണുകളും ഡിജിറ്റൽ ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്ത് പരിശോധിക്കുന്നുണ്ട്. കടവന്ത്ര SHO മഹേഷ് കുമാർ, SIമാരായ CB T ദാസ്, ഹരീഷ്, ASIമാരായ TR രതീഷ്, IC മോൾ, സീനിയർ CPOമാരായ ടോബിൻ പ്രശാന്ത്, PS മനു, TS ഷിബു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.